Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒരു മുടിയനാണെങ്കിൽ ഇപ്പോ സൈറ്റാനെ ഷൂട്ട് ചെയ്ത് താഴേക്ക് ഇടുകയാണ്. ശബ്ദം കേട്ട് അവിടേക്ക് മാജിക് ബൂ അവൻ ഓടിയെത്തും. വെടിയുണ്ട തറച്ച് താഴെ കിടക്കുന്ന സൈറ്റാന് തന്റെ പവർ ഉപയോഗിച്ച് അവനങ്ങനെ ഹീൽ ചെയ്തെടുക്കുകയാണ്. പക്ഷേ കൺട്രോൾ നഷ്ടപ്പെട്ട് ഒരുപാട് വെറുപ്പും ദേഷ്യവും ഇപ്പൊ മാജിക് ബൂവിന് പുറത്തേക്ക് വരും. മാജിക് ബൂ ആണെങ്കിൽ സൈറ്റാനോടും ഡോഗിനോടും പുറത്തേക്ക് ഓടാനായിട്ട് പറയും. മാജിക് ബൂ പറഞ്ഞതനുസരിച്ച് തങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് അവർ രണ്ടുപേരും ഒരുപാട് ദൂരത്തേക്ക് അങ്ങനെ ഓടിപ്പോവാണ്. മാജിക് ബൂ ആണെങ്കിൽ അവന്റെ ദേഷ്യവും ശരീരത്തിന്റെ ബുദ്ധിമുട്ടും എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവന്റെ ദേഷ്യത്തിലൂടെ മറ്റൊരു മാജിക് ബൂ അങ്ങനെ ക്രിയേറ്റ് ആയി വരികയാണ്. അതൊരു നെഗറ്റീവ് മാജിക് ബൂ ആണ്. ആ ബൂ ആണെങ്കിൽ ആദ്യം തന്നെ ആ മുടിയനെ തല്ലിക്കൊല്ലും. അതിനുശേഷം മാജിക് ബൂവിന്റെ അടുത്തേക്ക് വന്ന് ആരാണെന്ന് നമ്മുടെ ഉണ്ടപ്പൻ മാജിക് ബൂവിനോട് ചോദിക്കും. അതിനവൻ പറയും, ഞാനാണ് മാജിക് ബൂ. നീ ആരാണെന്ന് തിരിച്ചു ചോദിക്കും. ഉടനെ ആ ബാഡ് മാജിക് ബൂ ഞാൻ മാജിക് ബൂ ആണെന്ന് പറഞ്ഞ് രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ് തർക്കം. ഉണ്ടപ്പം ബൂവും നെഗറ്റീവ് ബൂവും അവർ രണ്ടുപേരും പൊരിഞ്ഞ് അട്ടിയിടി ബഹളം. സൈറ്റാനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഉണ്ടപ്പം ബൂവിന് കട്ട സപ്പോർട്ട് കൊടുക്കും. കമോൺ അവനെ വെറുതെ വിടാൻ പാടില്ല, എത്രയും വേഗം അവനെ തല്ലിക്കൊല്ല്. ബൂ ആണെങ്കിൽ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് ശ്രമിക്കുന്നുണ്ട് എങ്കിലും ആ ഒരു ബാഡ് ബൂവിന്റെ പവർ വളരെ കൂടുതലാണ്. അത് മനസ്സിലാക്കിയ ഉണ്ടപ്പം ബൂ ആണെങ്കിൽ അവന്റെ വയറിൽ നിന്നൊരു പീസ് എടുത്ത് ഇപ്പോ ആ ഒരു ബാഡ് ബൂയെ അങ്ങനെ റൗണ്ട് ചെയ്യും. ലോക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവൻ ആ ഒരു വയറിന്റെ ഭാഗങ്ങൾ അതെല്ലാം തന്നെ പൊട്ടിച്ച് തകർത്ത് ആ പാർട്സ് അങ്ങനെ ചവച്ചരച്ച് കഴിക്കുക. ഇവിടെ പിക്കലും ആണെങ്കിൽ ഷോക്കാവും. മാജിക് ബൂവിന്റെ നെഗറ്റീവ് പവറാണ് ഇപ്പൊ ക്രിയേറ്റ് ആയി വന്ന പുതിയ ബൂ. അവൻ കംപ്ലീറ്റ് ആയിട്ടും ഒരു ദുഷ്ടൻ തന്നെയാണ്. അവൻ ഉണ്ടപ്പൻ ബൂവിന്റെ പവറുകളെല്ലാം അബ്സോർബ് ചെയ്തെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ ഉണ്ടപ്പന് അവനുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. ഉണ്ടപ്പൻ ബൂവും അതുപോലെ തന്നെ ആ ബാഡ് ബൂവും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ബൂ ആണെങ്കിൽ കൺട്രോൾ പോയി ഞാൻ നിന്നെ ഒരു ചോക്ലേറ്റ് ആക്കി മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞ് ചോക്ലേറ്റ് ആക്കി മാറ്റാനുള്ള വലിയൊരു പവർ ഇപ്പൊ ആ ബാഡ് ബൂവിന് നേരെ അയക്കും. പക്ഷെ ആ ബാഡ് ബൂ ആണെങ്കിൽ നമ്മുടെ ഉണ്ടപ്പൻ ബൂ അവൻ അയച്ച പവർ അതങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഉണ്ടപ്പന് നേർക്ക് തന്നെ അയക്കും. ഉണ്ടപ്പനാണെങ്കിൽ ആ പവറിൽ പെട്ട് ഇപ്പൊ ഒരു ചോക്ലേറ്റ് കഷ്ണമായി മാറും. ും ആ മുടിയം വില്ലനും അതുപോലെ പിക്കലോയും ഡണ്ടയും എല്ലാവരും അതുകൊണ്ട് ഷോക്കാവുകയാണ്. സോ യഥാർത്ഥ ബാഡ് ആയിട്ടുള്ള ബൂ ഇപ്പൊ ജയിച്ചിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ ബാഡ് ബൂ ആണെങ്കിൽ അവന്റെ പവർ അത് കൂടിയതുകൊണ്ട് തന്നെ ഉച്ചത്തിൽ നിലവിളിച്ച് അലറാനായിട്ട് തുടങ്ങും. അവന്റെ ചുറ്റും ഇപ്പൊ ക്ലൗഡ്സ് അങ്ങനെ കൂടി അവൻ കുറച്ചുകൂടെ ശക്തനായി മാറുകയാണ്. ബൂവിന്റെ പവർ മുഴുവനായിട്ടും കിട്ടിയ ആ ബാഡ് ബൂ ആണെങ്കിൽ ഇപ്പൊ അവന്റെ പവർ അത് പുറത്തേക്ക് റിലീസ് ചെയ്യും. ആ ഒരു പവറിന്റെ ഇമ്പാക്റ്റില് മുടിയനും സൈറ്റാനും അവരങ്ങനെ ദൂരേക്ക് തെറിച്ചു പോവാണ്. ഇവിടെ ഈ വേൾഡിലുള്ള പിക്കു ആണെങ്കിൽ ആ പവർ സെൻസ് ചെയ്യും. പിക്കലോയ്ക്കും അതുപോലെ തന്നെ ഡണ്ടയ്ക്കും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ഏതൊക്കെ ബുക്സ് ഒക്കെ മറച്ച് വായിച്ച് ഇപ്പോ വീണ്ടും ഗോഹാന് പവർ കൊടുക്കും. ഗോഹാൻ ആണെങ്കിൽ ആ വലിയ പവർ തിരിച്ചറിയാണ്. ഓനോ ഈ പവർ വരുന്നത് അത് ഭൂമിയിൽ നിന്നാണ്. ഇത്രയും വലിയ നെഗറ്റീവ് പവർ. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ മൊട്ടപ്പനാണെങ്കിൽ പിക്കലോയുടെ അടുത്തേക്ക് വരും. ഇവിടെ എന്താ സംഭവിക്കണേ? പിക്കലോ ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും, ഏതോ ഒരു മനുഷ്യൻ മൂലം മാജിക് ബൂ അവൻ പൂർണ്ണമായിട്ടും നെഗറ്റീവായി മാറിയിരിക്കുകയാണ്. ട്രാൻസ്ഫോം ആയി അവന്റെ ഉള്ളിലെ നെഗറ്റീവ് പവർ മാത്രമാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. അവൻ മിക്കവാറും ഇത്രയും പെട്ടെന്ന് ഈ ഭൂമിയെ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. മൊട്ടപ്പനാണെങ്കിൽ അത് കേട്ട് ഭയം തോന്നും. മൊട്ടപ്പനാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടി വരും. ഗോക്കു നമ്മൾക്ക് വാക്ക് തന്നതല്ലേ, ഫ്യൂഷൻ ടെക്നിക്ക് അതുപയോഗിച്ച് ആ ബൂവിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന്. ഫ്യൂഷന് മുൻപിൽ അവൻ ഒന്നുമല്ല എന്ന് ഉറപ്പായിട്ടും നമുക്കവനെ തോൽപ്പിക്കാൻ കഴിയില്ലേ. അതിന് പിക്കലോയ്ക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അവൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നു പറഞ്ഞു ആണെങ്കിൽ കാര്യമായിട്ട് എന്തോ ആലോചിച്ച് നിൽക്കും. ഇവിടെ ഗോകുവിനാണെങ്കിൽ ഇപ്പോ മാജിക് ബൂ അവൻ ട്രാൻസ്ഫോം ആയ കാര്യം ഏകദേശം മനസ്സിലായി. അവൻ ആ കാര്യം സുപ്രീം കായോട് ചോദിക്കും. പക്ഷെ സുപ്രീം കായ്ക്കാണെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു ഭാഗത്ത് ഗോഹാൻ ആണെങ്കിൽ ആ എൽഡറിനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഇതൊരു അല്പം സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഭൂമിയിലെ ജനങ്ങളെ ഒന്നും തന്നെ എനിക്ക് രക്ഷിക്കാനായിട്ട് കഴിയില്ല. അതിനപ്പം പറയും, പിന്നെ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, ഞാൻ എന്റെ മാക്സിമം സ്പീഡിൽ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണേ. നീ ഒരു അല്പം കൂടെ വെയിറ്റ് ചെയ്യ്, ഞാൻ എത്ര വേഗം തീർക്കാന്ന് പറയും. ഗോഹാനാണെങ്കിൽ അവന്റെ ക്ഷമ അത് ഓൾമോസ്റ്റ് നശിച്ചു. പാപ്പനാണെങ്കിൽ അപ്പോഴും പവറുകൾ കൊടുക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് വീണ്ടും ആ ഒരു ബുക്സിന്റെ പേജ് മറിച്ച് ചിരിച്ചുകൊണ്ടേയിരിക്കും. ഇതാ അവിടേക്ക് വന്ന 2 മനുഷ്യന്മാരിൽ ഒരാളാണെങ്കിൽ ഇപ്പൊ അവനെ കണ്ട് ഭയന്ന് പാറകൾക്ക് മുകളിലേക്ക് ഓടാനായിട്ട് തുടങ്ങും. അത് കണ്ട ബൂ അവൻ ചാടി വന്ന് അവന്റെ വായ്ക്കകത്തേക്ക് പോയി പൊട്ടിത്തെറിപ്പിക്കുകയാണ്. ശേഷം വീണ്ടും ബൂ ആണെങ്കിൽ ബാക്ക് ടു നോർമൽ ആവും. ഇവിടെ സൈറ്റാനും പട്ടിക്കുട്ടിക്കും അവർക്ക് 2 പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സൈറ്റാൻ ആണെങ്കിൽ അവിടെ നിന്ന് ഒളിക്കാൻ ശ്രമിക്കും. പക്ഷെ ബൂ ആണെങ്കിൽ അവനെ കണ്ടുപിടിക്കും. അടുത്ത ബൂവിന്റെ ലക്ഷ്യം സൈറ്റാൻ ആണെന്ന് മനസ്സിലാക്കിയ സൈറ്റാൻ ആ പട്ടിക്കുട്ടി അങ്ങനെ ഇറുക്കി പിടിച്ച് അങ്ങനെ എന്തിനും തയ്യാറായിട്ട് കമഴ്ന്ന് കിടക്കുകയാണ്. ബൂ ആണെങ്കിൽ ഇപ്പൊ ചുരുണ്ടുകൂടി അവന്റെ അടുത്തേക്ക് ചാടിയെത്തും. സൈറ്റാനെ കണ്ട് ബൂ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് നിൽക്കും. അല്പസമയം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തതിനെ തുടർന്ന് സൈറ്റ കണ്ണു തുറന്നു നോക്കും. ആ ബൂ അവൻ എവിടെ പോയി? അവൻ എന്നെ കണ്ട് പേടിച്ചോടിയോ?
എങ്ങനെ അവൻ ഓടാതിരിക്കും? ഞാൻ ഇത്രയും പവർഫുൾ ആയ ഒരു പോരാളിയല്ലേ, തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല, ഞാൻ സൈറ്റാനാണ്, എല്ലാവരെയും ഇടിച്ച് പഞ്ചറാക്കുന്ന അത്രയും പവർ എന്റെ കയ്യിലുണ്ട്, എല്ലാവർക്കും ഞാനൊരു പേടി സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഹായ് ആയിട്ട് മുകളിലേക്ക് നോക്കും. അവന്റെ തലയ്ക്ക് മുകളിലായിട്ട് സാക്ഷാൽ മാജിക് ബോ. അവനെ കണ്ട് ഇപ്പൊ സൈറ്റാൻ ഭയപ്പെടുകയാണ്. ഓ നോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നീ എന്റെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ ചോദിച്ച് സൈറ്റാൻ ആണെങ്കിൽ ഭയന്ന് പുറകിലേക്ക് മാറും. മാജിക് ബോ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ മിസ്റ്റർ സൈറ്റാൻ എന്ന് വിളിച്ച് അവൻ അവിടുന്ന് പറന്നു പോവാണ്. സൈറ്റാൻ ആണെങ്കിൽ ശ്വാസം വലിച്ചുവിട്ട് നിലത്തിരിക്കും. അവൻ നമ്മളെ വെറുതെ വിട്ടോ, പക്ഷെ അവൻ നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് കാണും, അതുകൊണ്ടായിരിക്കും നമ്മളെ വെറുതെ വിട്ടതെന്ന് പറയും. ഇവിടെ മാജിക് ബോ ആണെങ്കിൽ അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. കട്ട് ചെയ്ത ഡെൻഡയാണെങ്കിൽ പിക്കലോട് പറയും, അവൻ നമ്മൾ കരുതിയത് കഴിഞ്ഞും ബാഡും അതുപോലെ തന്നെ പവർഫുള്ളും ആയിരിക്കുകയാണ്, ഇനി എങ്ങനെ നമുക്ക് അവരെ തോൽപ്പിക്കാനായിട്ട് കഴിയും? അതിന് പിക്കലോ പറയും, അതെ, കാര്യങ്ങൾ കൂടുതൽ നിർണായകമായിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം ആ കുട്ടികൾക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കണം. അവരുടെ പവർ അത് നമ്മൾ കരുതുന്നതിലും ഒരുപാട് ഉയർത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഇനി നമുക്ക് ആ ഒരു മാജിക് ബൂവിനെ തോൽപ്പിക്കാനായിട്ട് കഴിയൂ. ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ ഹായ് ആയിട്ട് പറന്ന് നടക്കുകയാണ്. വലിയ വലിയ മലഞ്ചെരുവുകളും കുന്നുകളും അങ്ങനെ സ്ലൈസ് ചെയ്ത് അവനിപ്പോ ലക്ഷ്യമാക്കി വരുന്നത് ആ വലിയ ടെമ്പിളാണ്. ഒരിക്കലുമാണെങ്കിൽ ഷോക്കായിട്ട് വിളിച്ചു പോവും, നമ്മൾ പെട്ടു, അവൻ നമ്മുടെ ഈ ലുക്കൌട്ട് അത് കണ്ടുപിടിച്ചിരിക്കുകയാണ്, അവന്റെ ശക്തി അതിപ്പോ പഴയതിന് കഴിഞ്ഞും ഒരുപാട് കൂടിയിരിക്കുകയാണെന്ന് പറയും. അവനത് പറഞ്ഞു തീർക്കേണ്ട താമസം. ബോ ആണെങ്കിൽ അവർക്ക് തലയ്ക്ക് മുകളിലായിട്ട് അങ്ങനെ വന്ന് ഹായ് ആയിട്ട് നിൽക്കും. അത് കണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഞെട്ടി വിറച്ചു നിൽക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ഓൾറെഡി നമ്മുടെ ചെക്കന്മാര് പ്രോപ്പറായിട്ട് ട്രെയിനിങ് എടുത്തിട്ടില്ല. നമ്മുടെ ആൾക്കാരുടെ നിസ്സഹായത കണ്ട് ഇപ്പൊ ആ ബോ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. മൊട്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും, ഇവനെ കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു, മുൻപുണ്ടായിരുന്ന തടിയമ്പൂ അവനാണ് ഇവനെ കഴിഞ്ഞും ഭേദം. ഉടനെ മാജിക് ബൂ ആണെങ്കിൽ അവരോട് പറയും, എന്തിനാ ഒളിച്ചിരിക്കുന്നത്, ഞാൻ നിങ്ങളെ കണ്ടെത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വലിയൊരു ഫോഴ്സ് പവർ പുറത്തേക്ക് റിലീസ് ചെയ്യും. അവരെ കൊണ്ടാണെങ്കിൽ ആ പവർ താങ്ങാനായിട്ട് കഴിയുന്നില്ല. ഓ നോ, ഇത്രയും പവറോ, നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും, എങ്ങനെ ഈ വില്ലനെ തോൽപ്പിച്ച് ഇവിടുന്ന് കടന്നു പോകും? മാജിക് ബൂ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അലറും, അവരോട് വരാനായിട്ട് പറ, അവർ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞ് അവൻ അലറി പവർ അങ്ങോട്ടേക്ക് തെറിപ്പിക്കുകയാണ്. ആണെങ്കിൽ അവനോട് ചോദിക്കും, നീ ആരെയാണ് അന്വേഷിക്കുന്നത്, ആരോട് വരാനാണ് നീ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന് മാജിക് ബൂ പറയും, എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞില്ലേ, ശക്തന്മാരോട് പോരാടാനായിട്ട് ഞാൻ അവർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു, അവർ ഇതിനോടകം ശക്തന്മാരായി കഴിഞ്ഞിരിക്കാം, അവരോട് വന്ന് എന്നോട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറയും. എനിക്ക് വേണ്ടത് ശക്തന്മാരുമായിട്ടുള്ള പോരാട്ടമാണ്. എനിക്ക് ഓൾറെഡി ഇവിടെ നിന്ന് ആ ഒരു വലിയ ശക്തി അത് കിട്ടിക്കഴിഞ്ഞു, ഇവിടെ നിന്ന് മാത്രമാണ് അത്രയും വലിയൊരു ശക്തി എനിക്ക് കിട്ടിയെന്ന് പറയും. ശബ്ദം കേട്ട് നമ്മുടെ ചീച്ചിയും അതുപോലെ തന്നെ ബുൽമയും ഓടി വരികയാണ്. അവരാണെങ്കിൽ ബൂനെ കണ്ട് ഒരു സെക്കൻഡ് ഷോക്കായിട്ട് അങ്ങനെ നിൽക്കും. ആ വില്ലൻ ബൂ അവൻ ഇവനായിരിക്കോ, കണ്ടിട്ട് ഭയം തോന്നുന്നു പറയും. ഇവിടെ ബൂ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവരോട് വരാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ മഞ്ഞമുടിയൻ എന്നോട് പറഞ്ഞതാണ് തകർക്കാൻ ശക്തന്മാർ വരുമെന്ന്, അവർക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയും. പിക്കലോ ആണെങ്കിൽ അവനോട് പറയും, നീ ഒരല്പസമയം കൂടെ വെയിറ്റ് ചെയ്യും. പക്ഷെ ബോ അതിന് തയ്യാറാവില്ല. ഇവിടെ ഇതൊന്നും അറിയാതെ ട്രങ്ക്സും കോട്ടനും രണ്ടുപേരും കയ്യിൽ ദീപശികയൊക്കെ ഏന്തി ബെഡിൽ കടന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മറിഞ്ഞും തിരിഞ്ഞും ഗാധമായ നിദ്രയിൽ അങ്ങനെ ആഴ്ന്നിരിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ ഇപ്പൊ മാജിക് ബൂവിനോട് പറയും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അവരിപ്പോ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയിലല്ല. ഒരുപാട് നേരത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിന് ശേഷം അവരിപ്പോ റെസ്റ്റ് ചെയ്യാണ്. അവർക്കിപ്പോ ആവശ്യം റെസ്റ്റ് ആണ്. ഗോക്കു നിങ്ങളോട് ചോദിച്ചത് 2 ദിവസമല്ലേ, അവൻ ചോദിച്ചാൽ 1 ദിവസം മാത്രമാണ് ഇത്രയും നേരം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി 1 ദിവസം കൂടെ അവശേഷിക്കുന്നുണ്ട്. ആ 1 ദിവസത്തിനുള്ളിൽ അവർ മോർ പവർഫുൾ ആയി നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്റെ അടുത്തേക്ക് വരും. ദയവ് ചെയ്ത് അതുവരെ നീ കാത്തിരുന്നേ പറ്റൂ. അതിന് ബൂ ആണെങ്കിൽ അല്പസമയം ആലോചിക്കും, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഇപ്പൊ എനിക്ക് വെയിറ്റ് ചെയ്യാൻ തീരെ മൂടില്ല, എനിക്ക് എത്രയും വേഗം ഇല്ലാതാക്കണമെന്ന് പറയും. ഇവിടെ ചീച്ചിയാണെങ്കിൽ തന്റെ മകൻ ഗൊഹാനെ കൊന്നത് അത് ഈ ബൂ ആണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ തല്ലിക്കൊല്ലാൻ ഒപ്പമായിട്ട് മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. അത് കണ്ട് ഓക്സ് കിങ് ആണെങ്കിൽ അവളെ പിടിച്ചു വെക്കും. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, നിനക്കാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അവൻ ഭയങ്കര ശക്തനാണ്. ചീച്ചിയാണെങ്കിൽ ഓക്സ് കിങ്ങിനെ ആഞ്ഞടിക്കും. എന്റെ മകനെ ഇല്ലാതാക്കിയവനാണ് അവൻ, എനിക്കിനി ആകെ ബാക്കിയുള്ളത് ഗോട്ടനാണ്, അവനെങ്കിലും എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയും. ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ചെക്കന്മാരെ പുറത്തേക്ക് അയക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന് പിക്കലോ പറയും, ഇപ്പൊ എന്തായാലും അവരെ അയക്കാനായിട്ട് കഴിയില്ല, 1 ദിവസം കൂടെ നീ കാത്തിരുന്നേ പറ്റൂ, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ, അതുവരെ ഭൂമിയിലുള്ള ബാക്കി ആൾക്കാരെ കൂടെ നിനക്ക് നശിപ്പിക്കാമെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷോക്കാവും. പിക്കലോ ആണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ നമുക്ക് അവരെ എല്ലാവരെയും വീണ്ടെടുക്കാമെന്ന് പിക്കലോ അവരോട് പറയും. അത് കേട്ട് മാജിക് ബൂ ആണെങ്കിൽ ഇപ്പൊ അവിടെ ചുറ്റും നടക്കാനായിട്ട് തുടങ്ങും. പിക്കലോയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ അവൻ അവിടെ വെച്ച് നോക്കി പോയിന്റ് ചെയ്ത് തകർക്കാൻ പോവാണ്. ഒരു നല്ല ഗ്യാപ്പാണെന്ന് മനസ്സിലാക്കിയ പിക്കലോ ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും, എത്രയും വേഗം ട്രങ്ക്സിനെയും അതുപോലെ തന്നെ ഗോട്ടനെ എഴുന്നേൽപ്പിക്കണം, അവരെ ആ ഹൈപ്പർബോളിക് ചേംബറിലേക്ക് കൊണ്ടുപോയി അവർക്ക് നല്ല ട്രെയിനിങ് എടുക്കണം, അവരോട് നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കാനായിട്ട് നീ പറയണം. ഈ ഗ്യാപ്പ് നമ്മൾ യൂസ് ചെയ്തേ പറ്റൂ.
പവർ നിനക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അത് നമ്മൾ കരുതുന്നതിലും ഒരുപാട് കൂടുതലാണ്. ആ കാര്യം നീ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അവരോട് നന്നായിട്ട് ട്രെയിനിങ് എടുക്കാനായിട്ട് പറയൂ. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകുന്നതോട് കൂടെ എപ്പിസോഡും അവസാനിക്കുന്നു.